നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞത്തെ അവകാശ തർക്കം തുറമുഖം LDFന്റെ വിജയമെന്ന EP ജയരാജൻ, UDFന്റെ ഇച്ഛാശക്തിയെന്ന് സതീശൻ, സ്വീകരണത്തിനില്ലെന്ന് ലത്തീൻ സഭ, പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സജി ചെറിയാൻ. കോഴിക്കോട് വളയത്ത് ഭക്ഷ്യവിഷബാധ, 12 LP സ്കൂൾ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ, അസ്വസ്ഥത ഭക്ഷ്യമേളയിൽ പങ്കെടുത്തവർക്ക്, അന്വേഷണം ആരംഭിച്ച് ആരോഗ്യവകുപ്പ്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ മികച്ച സ്കോർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് പിന്നിട്ടു. ഇമാം ഉൽ ഹക്കും അബ്ദുള്ള ഷഫീഖും പുറത്ത്. കുരുതിക്കളമായി പശ്ചിമേഷ്യ. ഇസ്രേലിയൻ കരസേന ഗാസയിലേക്ക്. മരണസംഖ്യ 3000 കടന്നു. 235 പേർ ഡൽഹിയിൽ മടങ്ങിയെത്തി. സംഘത്തിൽ 33 മലയാളികൾ. തുറന്നടിച്ച് പത്മജ വേണുഗോപാൽ. ലീഡർക്ക് സ്മാരകം നിർമ്മിക്കാതിരിക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചു. അവർ തടസ്സം എന്നല്ല, അവരെങ്ങനെ ഒരു കാര്യം ആലോചിക്കണമില്ല. തടസ്സം പോട്ടെ, ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഒന്ന് കൈ തന്ന് സഹായിച്ചാൽ മതി. ഇവരൊക്കെ അതൊന്നും ആരും ചെയ്യുന്നില്ല. കെ കരുണാകരൻ പിൻഗാമിയായി കണ്ടത് മുരളീധരനെ. എല്ലാവരും വിചാരം അന്ന് കെ മുരളീധരനെയാണ് പിൻഗാമിയാക്കുക എന്നായിരുന്നു. അല്ല, അങ്ങനെ വിചാരേ അച്ഛനുണ്ടായിരുന്നില്ല. അത് ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമവും. വനിതകളോട് പാർട്ടിയിലുള്ളവർക്ക് മോശം മനോഭാവം. പ്രതികരണം Q18-ൽ. ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റിന് കേരള കോൺഗ്രസ്. പത്തനംതിട്ടയോ ഇടുക്കിയോ ചാലക്കുടിയോ വേണം. നിലപാട് LDFനെ അറിയിക്കും. ഗവർണർ മുഖ്യമന്ത്രി പോര് തുടരുന്നു. ബില്ലുകളെക്കുറിച്ച് മറുപടി ലഭിച്ചേ മതിയാകൂ എന്ന് ഗവർണർ. മുഖ്യമന്ത്രി സംശയങ്ങൾ ദൂരീകരിക്കുന്നില്ല. മന്ത്രിമാർക്ക് മറുപടി നൽകാനാകുന്നില്ലെന്നും ഗവർണർ. KSFയിലും ED വരുമെന്ന് AK ബാലൻ. സ്ഥാപനം ജാഗ്രത പാലിക്കണം. അനാവശ്യ പരസ്യങ്ങൾ ഒഴിവാക്കണമെന്നും ബാലൻ. ഹരിദാസിനൊപ്പം MLA ഹോസ്റ്റലിൽ താമസിച്ചെന്ന നിയമന തട്ടിപ്പ് കേസ് പ്രതി ബാസിദ്. കഴിഞ്ഞത് VR സുനിൽകുമാറിന്റെ മുറിയിൽ. മുറി ലഭിച്ചത് സുഹൃത്ത് വഴി. ബാസിദുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. വിശദമായി നോക്കാം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലിന് നാളെ ഔദ്യോഗിക സ്വീകരണം നൽകാനിരിക്കെ അവകാശവാദവുമായി LDFും UDFും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇടതുമുന്നണിയുടെ ലക്ഷ്യപ്രാപ്തിയുടെ വിജയമെന്ന് LDF നേതാക്കൾ അവകാശപ്പെടുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി സാമ്പത്തികമായും വ്യാപാരപരമായും വ്യാവസായികമായും തൊഴിൽ സാധ്യതയിലും കേരളത്തിൽ വൻ പുരോഗതി നേടാൻ സാധിക്കും. നാളെ നാടിന് സമർപ്പിക്കുമ്പോൾ കേരളീയരെല്ലാം ആ ആഘോഷത്തിൽ, ആ സന്തോഷത്തിൽ പങ്കാളികളാകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞമെന്ന് UDF നേതാക്കളും ആവർത്തിക്കുന്നു. നാളെ ബൂത്ത് തലത്തിൽ പ്രകടനം നടത്താനാണ് LDF തീരുമാനം. വിഴിഞ്ഞത്ത് സർക്കാർ അനുനയ നീക്കം തുടരുന്നതിനിടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ച് ലത്തീൻ സഭ. വിഴിഞ്ഞം മറ്റൊരു മുതലപ്പുഴയായി മാറുമെന്നും 4 വർഷമായി 300ഓളം കുടുംബങ്ങൾ ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ജനപ്രതിനിധികൾ എവിടെ പോയെന്നും ലത്തീൻ അതിരൂപത ജനറൽ യൂജിൻ പെരേര വിമർശിച്ചു. എന്നാൽ പ്രശ്നത്തിൽ സർക്കാരിന് ഈഗോ ഇല്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനത്തിൽ നിന്നും ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും കുറവുകളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പ്രതികരിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പുരോഹിതർ പങ്കെടുക്കണമെന്നും അസംതൃപ്തി ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് കാണുമെന്നുമായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. മത്സ്യത്തൊഴിലാളികൾക്ക് ഒപ്പമാണ് സർക്കാരെന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. ഞാൻ ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്തതാണ് ഇതുപോലുള്ളൊരു വലിയ സർക്കാർ നടത്തുന്ന പരിപാടികൾ അവരുമായിട്ട് ആലോചിക്കുകയോ അവരുടെ അനുമതിയോ വേണ്ടാതെ അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പം അത് തന്നെ സൂചിപ്പിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഭരണാധികാരികൾ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ളത്.
ഞങ്ങൾ അതിനോടും പ്രതികരിച്ചില്ല. ആരെയും മാറ്റി നിർത്തണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ക്ഷണക്കത്തൊക്കെ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് ഗ്യാപ്പ് നികത്തി മുന്നോട്ട് പോകുന്നതാണ്. പ്രശ്നമുള്ള ആരുമായും എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. വളരെ പ്രകോപനമായ രീതിയിൽ നേരത്തെ പലതരം സമരങ്ങൾ ഉയർന്നു വന്നപ്പോഴും വളരെ ആത്മസംയമനത്തോടു കൂടിയാണ് ഞങ്ങളതിനെ നേരിട്ടിട്ടുള്ളത്. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു കാര്യവും അടിസ്ഥാനപരമായി ശരിയല്ല. ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണ്. ആ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള ന്യായമായ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം കാണും. സഭ ഒന്നാകെ നേരത്തെ ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്. നാടിൻ്റെ ഒരു അഭിവൃദ്ധിയാണ്. ഇനി ഒരു തരത്തിലും ആരും വിട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇനി ഏതെങ്കിലും പ്രത്യേക മതപുരോഹിതന്മാർക്കോ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും അസംതൃപ്തിയോ എന്തെങ്കിലും നേരിട്ട് ക്ഷണിച്ചില്ല എന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും നേരിട്ട് ക്ഷണിക്കാം, അവരെ കാണാം, അവരുമായി സംസാരിക്കാം. വിഴിഞ്ഞം തുറമുഖം വൻ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് അദീല അബ്ദുള്ള. വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്നും അദീല അബ്ദുള്ള ന്യൂസ് 18നോട് പറഞ്ഞു. ഗവൺമെൻറ് ഈ പദ്ധതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പോർട്ട് ബിൽഡിംഗ് എന്നുള്ള അതിൻ്റെ PPP കോമ്പണൻ്റ് ആണെങ്കിലും അതിനും വലിയൊരു തുക ഗവൺമെൻറ് ഇതിൻ്റെ അലൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് റെയിൽ കണക്ടിവിറ്റിക്ക് ആണെങ്കിലും റോഡാണെങ്കിലും മറ്റ് ഹാർബേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും അതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു പോർട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എക്കണോമിക് പ്രോസ്പെക്ട്സ് അവിടെ ഉണ്ടാവുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഒരുപാട് മേഖലയിലേക്ക് ഇനി കൂടുതൽ വരും. ഒന്ന് ഷിപ്പിൻ്റെ നന്നാക്കുന്ന, അതായത് ഷിപ്പിനെ റിപ്പയർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടാവും. പിന്നെ ക്രൂയിസ് ടൂറിസംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്രൂ എക്സ്ചേഞ്ചുകൾ ഉണ്ടാവും. ഹോസ്പിറ്റാലിറ്റിൻ്റെ ബിസിനസ് വളരും. കണ്ടെയ്നർ ലോജിസ്റ്റിക്സിൻ്റെയും ബിസിനസ്സുകൾ വളരും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ എനർജി റിലേറ്റഡ് ബിസിനസ്സുകൾ വളരാം. 2024 ഡിസംബറോടെ വാണിജ്യ കപ്പലുകൾ വിഴിഞ്ഞത്ത് അടുക്കുമെന്ന് അദീല അബ്ദുള്ള. അതിവേഗമാണ് അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ടു പോകുന്നതെന്നും റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അവർ പറഞ്ഞു. എപ്പോഴായിരിക്കും കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ നമുക്കിവിടെ ചരക്ക് കപ്പലുകൾ എത്തിക്കാൻ കഴിയുക? അതിന് ടൈം കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇതിപ്പം നമ്മൾ ആർബിട്രേഷൻ്റെ അടുത്താണ് അത് കിടക്കുന്നത്. സോ for project completion we are saying December 2024, but see work ഇപ്പം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. nobody has a doubt on that. മൺസൂൺ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ പീരീഡൊക്കെ നമുക്ക് നന്നായി വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന സമയമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രസ് തന്നെയാണ് അദാനി പോർട്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ദെൻ വി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ പോർട്ട്. കുരുതിക്കളമായി പശ്ചിമേഷ്യ. വടക്കൻ ഗാസയിൽ പലായനം തുടരുന്നു. 10,000ങ്ങളാണ് വീട് വിട്ടത്. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1900-ആയി. ഇസ്രായേലിൽ 1300 പേർ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി കൂടുതൽ ആളുകൾ മടങ്ങിയെത്തുകയാണ്. 235 അംഗ രണ്ടാം സംഘത്തിൽ 33 പേർ മലയാളികളാണ്. വിവരങ്ങളുമായി TG സജിത്ത് കൂടി ചേരുകയാണ്. സജിത്ത്, 10,000-കണക്കിന് ആളുകളാണ് സ്വന്തം വീടും മണ്ണും ഒക്കെ ഉപേക്ഷിച്ച് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരുന്നത്. ഈ ഇസ്രായേലിന്റെ അന്ത്യശാസനം അത് കൈക്കൊണ്ടുകൊണ്ടല്ലേ ഈ പലായനം ഇപ്പോൾ ആരംഭിച്ചത്? അതിനർത്ഥം കരയുദ്ധം ഉടനടി ആരംഭിക്കുമെന്നാണോ? കരയുദ്ധം ഉടനടി ആരംഭിക്കാനുള്ള നീക്കത്തിലായിരുന്നു ഇസ്രായേൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗാസയിൽ കുടുങ്ങി നിൽക്കുന്നവരെ ഉടനടി ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഐക്യരാഷ്ട്രസഭ അതിന് ചില തടസ്സങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ 24 മണിക്കൂർ സമയപരിധി അവസാനിച്ചതിനാൽ അവിടുന്ന് ആളുകൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുന്നു എന്നതാണ്, കൂട്ടപ്പലായനം നടക്കുന്നു എന്നാണ് സാഹചര്യം. ഇതിനിടയിലേക്കാണ് ഇസ്രായേലിൻ്റെ
വ്യോമാക്രമണം ഉണ്ടാവുകയും 70 പേരുടെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കരയുദ്ധത്തിലേക്ക് തന്നെയാണ് ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ ഇതിനിടയിൽ ഹമാസിൻ്റെ ഒരു പ്രമുഖനെ വധിച്ചു എന്ന വെളിപ്പെടുത്തൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൂടുതൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഇസ്രയേൽ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ലബണിൻ്റെ ഭാഗത്തു നിന്നാണ്. ലബണിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കും ഇസ്രയേലിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിൽ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് അവിടെ പോകുന്നത്. ഗാസയുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമായി തന്നെ തുടരുകയാണ്. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, അങ്ങനെ ഗുരുതരമായ പ്രതിസന്ധി. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയിട്ട് ഇത് 8ാം ദിവസമാണ്. കൃത്യമായ സമാധാന ദൗത്യങ്ങൾ ഉണ്ടായിട്ടില്ല, സമാധാന ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടുന്ന് ആളുകളെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള സാഹചര്യം. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇസ്രയേലിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാർ മടങ്ങിയെത്തുന്നു. ടെൽ അവീവിൽ നിന്ന് 235 ഇന്ത്യക്കാരുമായി രണ്ടാമത്തെ വിമാനം രാവിലെ ഡൽഹിയിലെത്തി. സംഘത്തിൽ 33 പേർ മലയാളികളാണ്. ഇതിൽ ആദ്യ സംഘം ഡൽഹിയിൽ നിന്ന് മുംബൈ വഴി കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു. ഇവർ വൈകുന്നേരം 5:45 നെടുമ്പാശ്ശേരിയിലെത്തും. രണ്ടാം സംഘം വൈകിട്ട് 6:15 നെടുമ്പാശ്ശേരിയിലെത്തുക. 7 പേർ തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങളിലായി വൈകിട്ട് നാട്ടിലെത്തും. ഇസ്രായേൽ അതിർത്തിയിൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ന്യൂസ് 18 പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് അഭിഷേക് ഝാ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ പിന്നിൽ കുറച്ചകലെയായി ഹമാസ് തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമുണ്ടായി. മിസൈൽ പതിച്ചതിനെ തുടർന്ന് കനത്ത കറുത്ത പുക വ്യാപിക്കുന്നത് അഭിഷേകിന്റെ റിപ്പോർട്ടിംഗിനിടെ പശ്ചാത്തലത്തിൽ ദൃശ്യമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് പോയതാണ് അഭിഷേക് ഝാ. Talking about how major counter-offensive is being planned from the Israeli side and both the kind of aerial power or superiority that Israeli defense forces have. They have been targeting Gaza and the military hideouts, and behind me was targeted at Hamas location in Gaza Strip that has hit some target, and the smoke or this plume of smoke that you are seeing is result of that missile launch that has been from the Israeli Defense Forces side. From where we are standing about 1 kilometer from there, entire stretch is filled with tanks and other armored vehicles which are back to back targeting Israeli Hamas locations in Gaza. People in Gaza, about 1.2 to 3 million people, they have been asked to vacate the southern or the northern Gaza and move towards southern Gaza, so that when the major offensive or the territorial offensive will be started by the Israeli side, there would be less number of civilian that would be under the pressure of Israeli targets or Israeli firing. And this is how the situation has been evolving here. It is a very typical war zone where situation is very unpredictable, and we have seen several soldiers also staying nearby, and they have been the lines of vehicles or the soldiers, they are pretty much also present here also, and with the kind of incessant firing that is going on from the Israeli side, it doesn't look like Hamas will be able to hold it for a very long time because of the superiority, because of the preparedness, and because of the unprecedented support also that the Israeli government is getting from all quarters, from all around the world. We have seen Secretary Blinken, he was yesterday in Tel Aviv. Now Austin Lloyd, US Secretary of Defense, has also reached in USA. Secretary of Foreign Affairs, that's Foreign Minister of UK, was already here day before yesterday. So the entire West Europe, NATO, they have been supporting Israel like never before. There are naval assets that the US has mobilized towards Mediterranean Sea that would give protection and assurity and support also a attack by the Israeli side towards Gaza, wherever the Hamas military holdouts are and wherever Israeli forces would like them to take out. This is the situation that is currently unfolding in many parts of Gaza. This is one of the missile attack that we could see from where we are standing, and this plume of smoke tells the kind of massive launch that has happened on the Gaza side, and the damage it might have caused to one of the target that Israeli side has struck. ബില്ലുകളെക്കുറിച്ചുള്ള തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചേ മതിയാകൂവെന്ന് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൻസലർ സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി തന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നില്ല. മുഖ്യമന്ത്രി അയക്കുന്ന മന്ത്രിമാർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കുന്നില്ല. താൻ പിന്നെ ആരോടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്നും ഗവർണർ പ്രതികരിച്ചു. I have said that I have raised certain queries. The ministers who came there, they were not in a position
to clarify them because they said, the minister said, that the letter was written by Chief Minister, therefore they cannot clarify it. This is what I have said. So if saying publicly to you does not mean anything, I have raised the queries, I need clarifications. Now you see, even in the case of Kalamandal, the Chancellor is demanding salary. In the universities, there is no provision in the bill is actually some expenses will be incurred, which means it becomes a money bill, which means that before bringing it before the assembly, it must be approved by the governor, which has not been done. There are so many queries. They have not been, ministers are not in a position to clarify those things. You saw in the case of, just now you have seen in the case of Kalamandal. Now the Chancellor is demanding salary, not only expenses, salary, and rightly so. I support her. Why she should work for free? So what kind of burden will be on the exchequer if I sign these bills? That I want to understand. Ministers are not in a position to clarify that thing. Don't simply go by these statements. Try to look between the lines what they are saying. കെ കരുണാകരന് സ്മാരകമുണ്ടാകാതിരിക്കാൻ പരമാവധി ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിലെ പല നേതാക്കളുമെന്ന് പത്മജ വേണുഗോപാൽ. സ്മാരകം പണിയുന്നതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരിൽ മിക്കവരും കരുണാകരൻ കൂടെ നിർത്തുകയും വഴികാട്ടുകയും ചെയ്ത നേതാക്കളാണ്. സ്മാരകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കെ കരുണാകരനെ അപമാനിച്ച് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ പല യുവ നേതാക്കളുമെന്നും പത്മജ കുറ്റപ്പെടുത്തി. അത്യന്തം അപമാനകരമായ കാലത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും സഹിക്കാൻ വയ്യാതായാൽ തനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്നും പത്മജ തുറന്നടിച്ചു. ന്യൂസ് 18 Q18 പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴാണ് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ ഓരോരുത്തരും അതിലുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പം എനിക്ക് സങ്കടമല്ല വരണത്, ദേഷ്യം വരണത്. കാരണം ഒരു കാരണവശാലും എൻ്റെ അച്ഛനെ ഒരു വാക്ക് പോലും കുറ്റം പറയാൻ അർഹതയില്ലാത്തവർ അച്ഛൻ്റെ കാര്യം വരുമ്പോൾ മുഖം തിരിക്കുന്ന രീതി കണ്ടപ്പോൾ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. എന്താ പറയുക, അച്ഛനെ ഏറ്റവും സഹായിച്ചവരാണ് നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നമുക്ക് എതിരെ മുഖം തിരിക്കുന്നത്. അത് പിന്നെ ഞാൻ പറയില്ല, ഇപ്പോൾ ഇതിനെ ഇറങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ, പാവപ്പെട്ടവന് ഒരു മാസം ശമ്പളം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങളുടെ ഒരു മാസം ശമ്പളം തരട്ടെ. അത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അവൻ ആ ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതിനും വേണ്ടി കോടിക്കണക്കിന് സംഭവിച്ചവരൊക്കെ നമ്മളെ കാണുമ്പം നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എൻ്റെ അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ മനസ്സെന്നെ എങ്ങനെ മാറുമെന്ന് അറിയില്ല. അങ്ങനത്തെ മോശമായിട്ടുള്ളൊരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകണത്. അതായത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണ്, കെ കരുണാകരൻ സഹായിച്ചവർ തന്നെ കെ കരുണാകരൻ ഒരു സ്മാരകം ഉയർന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്നു, അതാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും അവർ തടസ്സം എന്നല്ല, അവരെങ്ങനെ ഒരു കാര്യം ആലോചിക്കണമില്ല. തടസ്സം പോട്ടെ, ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ ഒന്ന് കൈ തന്ന് സഹായിച്ചാൽ മതി. ഇവരൊക്കെ അതൊന്നും ആരും ചെയ്യണില്ല. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അതോട് ചിലപ്പോൾ ഞാനിനി എല്ലാവരും കൂടി ഒന്ന് പുറത്താക്കുക എന്നല്ല. പക്ഷേ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. എത്രയെന്ന് വെച്ചിട്ട് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒളിച്ചു വയ്ക്കും കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കണ 1-2 പേര് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ 1-2 പേര് പറഞ്ഞ കമൻറ്റ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങോർക്ക് എന്തിനാ ഈ ഇത്രയും വലിയ ഇത് പണിയേണ്ട കാര്യമെന്ന്. അവരൊക്കെ ഇടയിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ഇവരെ വിചാരം ഞാനൊന്നും ഇല്ലെങ്കിൽ ചെവി നല്ല ചെവിയാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന്. ഈ വേഗം കമൻറ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇതിൽ. പിൻഗാമിയാക്കാൻ കെ കരുണാകരൻ കരുതിയിരുന്നത് കെ മുരളീധരനെ അല്ല, മറ്റൊരു നേതാവിനെയാണെന്ന് പത്മജ വേണുഗോപാൽ. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് പലരും കരുണാകരനെതിരെ പടയൊരുക്കം നടത്തിയത്. ആ ദ്രോഹത്തിന് അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കരുണാകരനെ ദ്രോഹിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇഹലോകത്ത് തന്നെ അനുഭവിച്ചാണ് പരലോകത്തേക്ക് പോയതെന്നും പത്മജ പറഞ്ഞു. രാഷ്ട്രീയത്തിലെത്തുന്ന വനിതകളോട് മോശം അനുഭാവം പുലർത്തുന്നവരാണ് ഇപ്പോഴും പാർട്ടിയിലുള്ളതെന്ന് പത്മജ വേണുഗോപാൽ. നേരിട്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ മോശം കണ്ണിലൂടെ കാണുന്നവരാണ് പലരെന്നും വനിതകളെ നിർത്തി തോൽപ്പിക്കുന്ന പതിവ് പാർട്ടിയിൽ നിന്നും ഇല്ലാതായിട്ടില്ലെന്നും പത്മജ തുറന്നടിച്ചു.
പത്മജ വേണുഗോപാലുമായുള്ള അഭിമുഖം Q18 ഇന്ന് രാത്രി 9:30 കാണാം. ലോകകപ്പിൽ ഇന്ത്യ പാക് പോര്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴാണ് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തരും അതിലുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പം എനിക്ക് സങ്കടമല്ല വരണത്, ദേഷ്യം വരണത്. കാരണം ഒരു കാരണവശാലും എൻ്റെ അച്ഛനെ ഒരു വാക്ക് പോലും കുറ്റം പറയാൻ അർഹതയില്ലാത്തവർ അച്ഛൻ്റെ കാര്യം വരുമ്പോൾ മുഖം തിരിക്കുന്ന രീതി കണ്ടപ്പോൾ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. എന്താ പറയുക, അച്ഛനെ ഏറ്റവും സഹായിച്ചവരാണ് നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നമുക്ക് എതിരെ മുഖം തിരിക്കുന്നത്. അത് പിന്നെ ഞാൻ പറയില്ല, ഇപ്പോൾ ഇതിനെ ഇറങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ, പാവപ്പെട്ട ഒരു മാസം ശമ്പളം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങളെ ഒരു മാസം ശമ്പളം തരട്ടെ. അത് വാങ്ങാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അവന് ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതിനും വേണ്ടി കോടിക്കണക്കിന് സംഭവിച്ചവരൊക്കെ നമ്മളെ കാണുമ്പം നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എൻ്റെ അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നേരിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ മനസ്സെന്നെ എങ്ങനെ മാറുമെന്ന് അറിയില്ല. അങ്ങനത്തെ മോശമായിട്ടുള്ളൊരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകണം. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണ്, കെ കരുണാകരൻ സഹായിച്ചവർ തന്നെ കെ കരുണാകരൻ ഒരു സ്മാരകം ഉയർന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്നു, അതാണോ പറയുന്നത്? തീർച്ചയായും അവർ തടസ്സം എന്നല്ല, അവരെങ്ങനെ ഒരു കാര്യം ആലോചിക്കണമില്ല. തടസ്സം പോട്ടെ, ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ ഒന്ന് കൈ തന്ന് സഹായിച്ചാൽ മതി. ഇവരൊക്കെ അതൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അതോട് ചിലപ്പോൾ ഞാനിനി എന്നെ എല്ലാവരും കൂടി ഒന്ന് പുറത്താക്കുക എന്നല്ല. പക്ഷേ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. എത്രയെന്ന് വെച്ചിട്ട് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒളിച്ചു വയ്ക്കും കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കണ 1-2 പേര് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അതിൽ 1-2 പേര് പറഞ്ഞ കമൻറ്റ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങോർക്ക് എന്തിനാ ഈ ഇത്രയും വലിയ ഇത് പണിയേണ്ട കാര്യമെന്ന്. അവരൊക്കെ ഇടയിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ഇവരെ വിചാരം ഞാനൊന്നും ഇല്ലെങ്കിൽ ചെവി നല്ല ചെവിയാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന്. ഈ വേഗം കമൻറ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇതിൽ. കെ കരുണാകരൻ കരുതിയിരുന്നത് കെ മുരളീധരനെ അല്ല, മറ്റൊരു നേതാവിനെ ആയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് പലരും കരുണാകരനെതിരെ പടയൊരുക്കം നടത്തിയത്. ആ ദ്രോഹത്തിന് അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കരുണാകരനെ ദ്രോഹിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടുന്നതാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഇഹലോകത്ത് തന്നെ അനുഭവിച്ചാണ് പരലോകത്തേക്ക് പോയതെന്നും പത്മജ പ്രതികരിച്ചു. എല്ലാവരും വിചാരം അന്ന് കെ മുരളീധരനെയാണ് പിൻഗാമിയാക്കുക എന്നായിരുന്നു. അല്ല, അങ്ങനെ വിചാരേ അച്ഛനുണ്ടായിരുന്നില്ല. അത് ഇനിയെങ്കിലും എനിക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് എൻ്റെ കെയർ ഓഫിൽ കയറി വരണ്ട, കഷ്ടപ്പെട്ട് വരട്ടെ, ഞാൻ കഷ്ടപ്പെട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റും, അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നത്. പക്ഷെ അതാരും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും കൂടി അച്ഛനെതിരെ ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ വന്ന് മുരളിയേട്ടനെതിരെ ഇറങ്ങിയപ്പം ഒരു അച്ഛൻ മകനെ ഹെൽപ്പ് ചെയ്ത രീതി ചെയ്തു എന്നേ ഉള്ളൂ. അത് പറയാം, പറയുന്നില്ല. എന്തിനാ പറഞ്ഞിട്ട്, അവരൊക്കെ ഇങ്ങനെ ഇപ്പം അനുഭവിക്കണം ഇങ്ങനെ കാണുകയല്ല. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആരാണ്. കിട്ടിയവരെന്നെ എന്നോട് പലവരും പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അനുഭവിക്കണം മുഴുവൻ ലീഡറെ ശാപാണെന്ന്. അവരെ വായി തന്നെ കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സുഖമുണ്ട് മനസ്സിന്. അത്രയെങ്കിലും എൻ്റെ അച്ഛനൊരു നീതി കിട്ടിയല്ലോ എന്നുള്ള. കാരണം ഓരോരുത്തരും വളർന്നു വന്ന രീതി. വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം തീരുമാനം. പത്തനംതിട്ട, ഇടുക്കി, ചാലക്കുടി സീറ്റുകളിലാണ് കേരള കോൺഗ്രസിന്റെ കണ്ണ്. സീറ്റ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നും കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നുമാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിലപാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിന്ന് വിജയിച്ച കേരള കോൺഗ്രസിന്റെ കോട്ടയം സീറ്റിൽ CPM കൈവയ്ക്കില്ല. ഇത്തവണയും അവർക്ക് അത് നൽകും. അതിനു പുറമെ ഒരു സീറ്റാണ് പാർട്ടിയുടെ ആവശ്യം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയത്താണ്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഇവിടെ അവരുടെ MLA-മാരുമുണ്ട്. അതാണ് പത്തനംതിട്ടയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് മോഹിക്കാൻ പ്രധാന കാരണം. കഴിഞ്ഞ തവണ CPM മത്സരിച്ച പത്തനംതിട്ടയിൽ ഇത്തവണ റാന്നി മുൻ MLA രാജു അബ്രഹാമിനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട CPM വിട്ടു നൽകില്ല. കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ഇടുക്കി. ജോസഫ് വിഭാഗത്തിന് ഇടതുമുന്നണി നേരത്തെ നൽകിയിരുന്ന സീറ്റുമാണത്. ഇടുക്കി ലഭിച്ചാൽ UDF-ൽ നിന്ന് തിരിച്ചുപിടിക്കാമെന്ന് ഉറപ്പാകും മാണി കോൺഗ്രസ് മുന്നണി നേതൃത്വത്തിന് നൽകുക. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ പാർട്ടിയുടെ ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും ഒക്കെ വേണ്ടി അവർക്ക് പല കാര്യങ്ങളും
അവതരിപ്പിക്കേണ്ടി വരും, പറയേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും. ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കും. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ചാലക്കുടി വേണമെന്നാകും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിച്ചത് കേരള കോൺഗ്രസ് എം ആണ്. വിജയിക്കാനായില്ലെങ്കിലും പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണിതെന്നാണ് അവരുടെ അവകാശവാദം. ചാലക്കുടി മണ്ഡലത്തിലെ അങ്കമാലി, ചാലക്കുടി പോലുള്ള ക്രിസ്ത്യൻ സ്വാധീന മേഖലകളും ഈ അവകാശവാദത്തിന് കാരണമാണ്. ചാലക്കുടിയുടെ മുൻ രൂപമായ മുകുന്ദപുരത്തും കേരള കോൺഗ്രസ് നേരത്തെ വിജയിച്ചിട്ടുണ്ട്. 20-ൽ 16 സീറ്റിലും CPM-ഓ അവർ പിന്തുണച്ച സ്വതന്ത്രരോ ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 4 സീറ്റിൽ CPI-യും. കോട്ടയത്തിന് പുറമെ ഒരു ലോക്സഭാ സീറ്റ് കൂടി വേണമെന്ന ആവശ്യമായിരുന്നു UDF-ഉമായി കേരള കോൺഗ്രസ് എം അകലാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇപ്പോൾ ഇടതുമുന്നണിയോടും അവർ സമാന ആവശ്യം ഉന്നയിക്കുകയാണ്. എങ്ങനെയാകും ഇടതുമുന്നണി നേതൃത്വം കേരള കോൺഗ്രസിന്റെ ഈ ആവശ്യത്തെ പരിഗണിക്കുക എന്നത് നിർണായകമാണ്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. KSFE ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി AK ബാലൻ. ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ KSFEയിലും ED വരും. സ്ഥാപനം ജാഗ്രത പാലിക്കണം. അനാവശ്യ പരസ്യങ്ങൾ ഒഴിവാക്കണം. പൊള്ളരേഖകൾ ഉപയോഗിച്ച് കള്ളച്ചുട്ടികൾ ഉണ്ടാക്കിയെന്നും കരുവന്നൂരിന് മുമ്പേ ഇത് ചെയ്തത് നമ്മളാണെന്നും AK ബാലൻ പറഞ്ഞു. പൊള്ളച്ചിട്ടി പരാമർശം ചർച്ചയായതോടെ വിശദീകരണവുമായി AK ബാലൻ രംഗത്ത് വന്നു. പറഞ്ഞത് മുമ്പത്തെ കാര്യമാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒറ്റ പൊള്ളച്ചിട്ടി പോലും കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നും AK ബാലൻ വിശദീകരിച്ചു. നിയമന തട്ടിപ്പ് കേസിൽ ഇടനിലക്കാരൻ KP ബാസിദിന്റെ നിർണായക മൊഴി. കേസിലെ പരാതിക്കാരൻ ഹരിദാസിനൊപ്പം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിന്റെ MLA ഹോസ്റ്റലിലെ മുറിയിലായിരുന്നു താമസം. സുഹൃത്ത് വഴിയാണ് മുറി ലഭിച്ചതെന്നും ബാസിദ് മൊഴി നൽകി. ഗൂഢാലോചന നടന്ന വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനാണ് മലപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് നടത്തിയ തൊഴിൽ തട്ടിപ്പിൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഹരിദാസിനൊപ്പം താമസിച്ചത് കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിന്റെ മുറിയിലായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ബാസിദ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിനോട് നടത്തിയിട്ടുള്ളത്. ഏപ്രിൽ 10-11 തീയതികളിലാണ് തിരുവനന്തപുരത്തെത്തിയത്. AIYFന്റെ നേതാവായിരുന്നു ബാസിദ്. അതുകൊണ്ട് തന്നെ CPI നേതാക്കളുമായി ബന്ധമുണ്ട്. MLAയുടെ ഓഫീസിലെ സ്റ്റാഫിനെ ബന്ധപ്പെട്ടാണ് ഇങ്ങനെ താമസം തരപ്പെടുത്തിയത്. പക്ഷേ ആ സമയത്ത് MLA അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ഇങ്ങനെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് എത്തുന്നതെന്ന കാര്യവും സ്റ്റാഫിനും അറിയില്ല. MLAയുടെ ഓഫീസ് ഇതിനകം തന്നെ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് ബാസിദുമായി മലപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് മലപ്പുറത്തേക്ക് പോയത്. വൈകിട്ട് അവിടെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എവിടെ വെച്ചാണ് വ്യാജരേഖ തയ്യാറാക്കിയത്? ആരോഗ്യവകുപ്പിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ റഹീസ് അറസ്റ്റിലായിരുന്നു. ഈ വ്യാജരേഖ തയ്യാറാക്കിയത് മറ്റ് പണം കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തട്ടിപ്പ് ഇവർ നടത്തിയെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതിലെല്ലാം വിശദമായ പരിശോധന ഉണ്ടാകും. അതിനുള്ള തെളിവെടുപ്പിനാണ് പോലീസ് ഒരുങ്ങുന്നത്. മറ്റൊന്ന്, ഹരിദാസനെ ഈ കേസിൽ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴുള്ള തട്ടിപ്പ് കേസിൽ ഹരിദാസിനെ പ്രതി ചേർക്കാതെ മന്ത്രിയുടെ സ്റ്റാഫ് നൽകിയ പരാതിയിൽ, അതായത് 1 ലക്ഷം രൂപ നൽകാതെ അങ്ങനെ നൽകിയെന്ന് കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുക്കുന്ന കാര്യം പോലീസ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അതിനുള്ള നടപടിയായിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലുകളുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു? മന്ത്രിയുടെ ഓഫീസിനെ തകർക്കുന്നതിന് അല്ലെങ്കിൽ കരിവാരി തേക്കുന്നതിന് ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. കോഴിക്കോട് വളയത്ത് 12 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. പൂവംവയൽ LP സ്കൂൾ വിദ്യാർത്ഥികളെ ഛർദിയും ശാരീരിക അസ്വസ്ഥതകളെയും തുടർന്ന് വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഉച്ചയോടെ അസ്വസ്ഥത അനുഭവപ്പെട്ടത്. സ്കൂളിൽ പല വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവന്നത്. ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5520 രൂപ, പവന് 44,160 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോഗ്രാമിന് 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3222 രൂപ. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.